ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സിനെ കുറിച്ച്, അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ്, ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതുപോലെ കറൻസി ഡെറിവേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡെറിവേറ്റീവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു, അല്ലേ? ഇന്ത്യയിൽ ഡെറിവേറ്റീവ് ട്രേഡിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്, അല്ലേ? ഇന്ത്യയിൽ ഡെറിവേറ്റീവ് ട്രേഡിന്, അല്ലേ? കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ് ട്രേഡൊക്കെ 19th സെഞ്ച്വറി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആരംഭിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു കോട്ടൺ ട്രേഡ് അസോസിയേഷൻ 1875 കോട്ടൺ ട്രേഡ് അസോസിയേഷൻ തുടങ്ങിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന രീതിയിലുള്ള ഈ ഡെറിവേറ്റീവിലേക്ക് വന്നിട്ടുള്ളത്, അല്ലേ? നമുക്കറിയാം. പിന്നീട് എന്ത് ചെയ്തു? കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് തന്നെ എന്ത് ചെയ്തു? 2003 ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ്. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ബീങ് ട്രേഡഡ് ത്രൂ BSE ആൻഡ് NSE. All of you know that BSE and NSE, these are two major stock exchanges in India. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇത്, BSEയും NSEയും. ഇറ്റ് ഈസ് ദ എക്കണോമിക്കൽ ബാരോമീറ്റർ ഓഫ് ദി ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസിനെ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരോമീറ്ററായിട്ട് പരിഗണിക്കുന്ന ഏതാണ്? ഇത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? BSEയിലൂടെയും NSEയിലൂടെയുമാണ്, അല്ലേ? ഫ്യൂച്ചേഴ്സ്, അതുപോലെ തന്നെയുള്ള സം കൈൻഡ് ഓഫ് ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യപ്പെടുന്ന അവിടെ നിന്നാണ്? ഈ പറയപ്പെടുന്ന BSEയിലൂടെയും NSEയിലൂടെയുമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സത്യത്തിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അടുത്ത് നോക്കാം. മേജർ ഡെറിവേറ്റീവ്സ്. Major financial derivatives in India includes index futures, index options, currency futures, currency options, individual stock option, individual stock future, interest rate future, etc. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന, ഇന്ത്യയിൽ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യപ്പെടുന്ന ഡെറിവേറ്റീവ്സ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണത്? ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഇൻഡെക്സ് ഓപ്ഷൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ കറൻസി ഫ്യൂച്ചേഴ്സ്, കറൻസി റേറ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫ്യൂച്ചേഴ്സ്. അതുപോലെ കറൻസി ഓപ്ഷൻസ്, കറൻസി റേറ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഓപ്ഷൻസ്. അതുപോലെ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഓപ്ഷന്, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഫ്യൂച്ചർ, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. ഇതൊക്കെയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യപ്പെടുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന് ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റുമുണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട്, അല്ലേ? ഡെറിവേറ്റീവിലെ അൺഓർഗനൈസ്ഡ് മാർക്കറ്റിനെ പറയുന്ന പേരാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച്, അല്ലേ? ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച്, OTC, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചിലൂടെ ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. ഒരേ സമയം എക്സ്ചേഞ്ചിലൂടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യപ്പെടാവുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സും, അതുപോലെ എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നുണ്ട്. അവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് സെക്യൂരിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്, കമ്മോഡിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്, കറൻസീസ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റോക്ക് ഇൻഡൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാര്യം നോക്കുക. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നത് BSEയിലൂടെയും NSEയിലൂടെയുമാണ്. അതിന് ഉദാഹരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഓപ്ഷന്, കറൻസി ഫ്യൂച്ചേഴ്സ്, കറൻസി ഓപ്ഷന്, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഓപ്ഷന്, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഫ്യൂച്ചർ, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സൊക്കെയാണ് ഇതിന് നമുക്ക് ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക? പറയുവാൻ സാധിക്കുക. അടുത്തത് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സിൻ്റെ ഒരു തുടക്കം, അതിന് കാരണമായിട്ടുള്ള എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്രോത്ത്, ഒരുപാട് കാരണങ്ങളുണ്ട്.
ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ സഹായിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അതിൽ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഏത്? റീസെൻ്റ്ലി MCX, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് എന്ത് ചെയ്തു? ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഓക്കെ, ഇന്ത്യയിൽ എന്ത് ചെയ്തു? മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. കൊമോഡിറ്റി ഡെറിവേറ്റീവിൻ്റെ ട്രേഡിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ത് ചെയ്തു? സ്ഥാപിച്ചു. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ ഈ കൊമോഡിറ്റീസ് ഏതൊക്കെയായിരിക്കും അവിടെ വിൽക്കുന്ന? സോയ, അല്ലേ? അതുപോലെ എന്ത് ചെയ്യുന്നു? പെപ്പർ, അതുപോലെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ എക്സാമ്പിളാണ്, അല്ലേ? കൊമോഡിറ്റി എക്സ്ചേഞ്ചിന് എക്സാമ്പിൾ ഒരുപാടുണ്ട്. കൊച്ചിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കൊച്ചിയിലൊരു പെപ്പർ എക്സ്ചേഞ്ച് ഉണ്ട്, പെപ്പർ കൊമോഡിറ്റി എക്സ്ചേഞ്ച്. അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന എന്ത് മാത്രമാണ്? പെപ്പർ അഥവാ കുരുമുളക് മാത്രമാണ്, അല്ലേ? അതുപോലെ ഇൻഡോറിൽ സോയ എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന എന്താണ്? സോയാബീനിലെ സോയയാണ് അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് എന്ത്? ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 നാഷൻ വൈഡ് ഓൺലൈൻ കൊമോഡിറ്റി എക്സ്ചേഞ്ചുകൾ തുടക്കം കുറിച്ചത്. നാഷണൽ വൈഡ് ഓൺലൈൻ കൊമോഡിറ്റി എക്സ്ചേഞ്ച് ദേശീയ തലത്തിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നിട്ടുള്ള ഓൺലൈൻ കൊമോഡിറ്റി എക്സ്ചേഞ്ചുകളാണ്. ഒന്നാമത്തേതാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അഥവാ MCX. അത് പ്രധാനപ്പെട്ടൊരു വളർച്ചയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്നീ പറയുന്ന 2 സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? 2003 എന്ത് ചെയ്തു? തുടക്കം കുറിച്ചു. 2003 തുടക്കം കുറിച്ചു. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഓൺ വേരിയസ് അസറ്റ്. വ്യത്യസ്തമായിട്ടുള്ള ആസ്തികളുടെ മുകളിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ് അവർ തുടക്കം കുറിച്ചത്. 2003 മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഒക്കെ തുടക്കം കുറിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ആസ്തികളുടെ മുകളിൽ. ഓക്കെ, അപ്പോൾ അതാണെന്ത് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആർ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. നമുക്കറിയാം ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഇന്ത്യയിൽ അത്രത്തോളം തന്നെ പോപ്പുലറാണ്. ആസ് വി കമ്പയർ വിത്ത് സ്വാപ്പ്, ഡെറിവേറ്റീവിൻ്റെ ഒരു തരമായിട്ടുള്ള സ്വാപ്പുമായിട്ടും അതുപോലെ ഫോർവേഡ് കോൺട്രാക്റ്റുകളുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട്സ് ആർ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെയധികം പ്രസിദ്ധമാണേത്? ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇൻഡെക്സ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ BSE ആൻഡ് NSE. ഇൻഡെക്സ് ട്രേഡിംഗ് ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ അണ്ടർലൈങ് അസറ്റായിട്ട് വെച്ചുകൊണ്ടുള്ള ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് BSEയും NSEയുമാണ്. അതെന്നാണ് തുടക്കം കുറിച്ചത്? ഇൻ 2000, 2000-ലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻഡെക്സിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിൽ ഡെറിവേറ്റീവ്സ് ട്രേഡ് തുടങ്ങിയത് അത് BSEയും NSEയുമാണ്. ഇൻ ജൂൺ 12, 2000. ഇൻഡെക്സ് ഡെറിവേറ്റീവ് ഇൻക്ലൂഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻ. ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടങ്ങിയിരിക്കുന്ന ഡെറിവേറ്റീവുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2 എണ്ണമാണ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫ്യൂച്ചേഴ്സും അതുപോലെ ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓപ്ഷൻസുമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എന്ത് ചെയ്തു? 2000 ജൂൺ 12 തുടക്കം കുറിച്ചു. സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? ഇത് തുടക്കം കുറിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് കറൻസി ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് കറൻസി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ 4 മേജർ കറൻസി പെയേഴ്സ്. ശ്രദ്ധിക്കുക, കറൻസി ഡെറിവേറ്റീവ്സ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ കറൻസി ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി ഡെറിവേറ്റീവുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ
കറൻസി പെയേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. ഒന്നാമത്തേത് $US ആൻഡ് ഇന്ത്യൻ റുപ്പി. $US ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ഒരു പെയർ. അതുപോലെ ജപ്പാനീസ് യെൻ ആൻഡ് ഇന്ത്യൻ റുപ്പി, അതുപോലെ യൂറോ ആൻഡ് ഇന്ത്യൻ റുപ്പി. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കറൻസികൾ ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കറൻസികൾ 4 മേജറായിട്ടുള്ള കറൻസി പെയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും. ഈ കറൻസി പെയേഴ്സിൻ്റെ മുകളിലാണ് ഇന്ത്യയിൽ കറൻസി ഫ്യൂച്ചേഴ്സും കറൻസി ഓപ്ഷൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ NSE stands 10th in the world in the terms of number of derivative contracts are traded. NSE എന്ന് പറയുന്ന സ്ഥാപനം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തെ തന്നെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നതിൽ 10ാം സ്ഥാനത്തുള്ളതാണ്. 10ാം സ്ഥാനത്താണ് ഈ പറയുന്ന NSE എന്ന് പറയുന്ന സ്ഥാപനം ഉള്ളത്. ഓക്കെ, അത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അടുത്തത് നോക്കാം, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ശ്രദ്ധിക്കേണ്ട കാര്യം, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഏതൊരു വ്യാപാരത്തെയും ഏതൊരു സ്ഥാപനത്തെയും ഒക്കെ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ റെഗുലേറ്റ് ചെയ്യണം, നിയന്ത്രിക്കണം. അത്തരത്തിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് for the purpose of regulating, for the purpose of controlling the derivative trading or derivative transaction in India, some of the regulatory framework created. എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഡെറിവേറ്റീവ് ട്രേഡിംഗ്, ഡെറിവേറ്റീവ് വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, ശരിയായ ദിശയിൽ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ത് ചെയ്തു, ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് ഇന്ത്യയിൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണേത്, സെക്യൂരിറ്റീസ് ലോസ് അമെൻമെൻറ്റ് ഓർഡിനൻസ് 1995. 1955 കൊണ്ടുവന്ന സെക്യൂരിറ്റി ലോസ് അമെൻമെൻറ്റ് ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ സെക്യൂരിറ്റി ട്രേഡിങ്ങിനെ, ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണേത്, സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ത് ചെയ്തു, സെറ്റപ്പ് 24 മെമ്പർ കമ്മിറ്റി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് LC ഗുപ്ത. LC ഗുപ്തയുടെ ചെയർമാൻഷിപ്പിൽ സെബി എന്ത് ചെയ്തു, 24 മെമ്പർ കമ്മിറ്റി എന്ത് ചെയ്തു, 24 മെമ്പർ കമ്മിറ്റി എന്ത് ചെയ്തു, ഫോം ചെയ്തു. For the purpose of creating or developing appropriate regulatory framework for derivative trading in India. ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് വേണ്ട, ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് അനുയോജ്യമായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, നിയന്ത്രണ ചട്ടക്കൂടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 24 അംഗ കമ്മിറ്റിയെ ഡോക്ടർ LC ഗുപ്തയുടെ ചെയർമാൻഷിപ്പിൽ എന്ത് ചെയ്തു, നിയമിച്ചു. നവംബർ 18, 1996 1996 നവംബർ 18 ഈ കമ്മിറ്റി എന്ത് ചെയ്തു, മാർച്ച് 17, 1998 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യകതകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല അതിനുശേഷം സെബി എന്ത് ചെയ്തു, സെറ്റപ്പ് ഗ്രൂപ്പ് ഇൻ ജൂൺ 1998 1998 ഒരു ഗ്രൂപ്പിനെ സെറ്റപ്പ് ചെയ്തു. അതിൻ്റെ ചെയർമാൻഷിപ്പ് ആരായിരുന്നു, പ്രൊഫസർ JR വർമ്മ. JR വർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ 1998 സെബി സെറ്റപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഡെറിവേറ്റീവ് മാർക്കറ്റിലെ റിസ്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അവർ ഒക്ടോബർ 1998 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, മാർജിൻ സിസ്റ്റം, മെത്തഡോളജി ഫോർ ചാർജിങ് ഇനീഷ്യൽ മാർജിൻ, ബ്രോക്കർ നെറ്റ്വർക്ക്, ഡെപ്പോസിറ്റ് റിക്വയർമെൻറ്റ് ആൻഡ് റിയൽ ടൈം മോണിറ്ററിംഗ് റിക്വയർമെൻറ്റ് തുടങ്ങിയവയുടെ മുകളിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് 1999 എന്ത് ചെയ്തു,
1999 സെക്യൂരിറ്റി കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ചെയ്തു. 1999 ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്ലൂഷൻ ഓഫ് ഡെറിവേറ്റീവ് ആസ് എ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഡെറിവേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ചെയ്തു ഡിസംബർ 1999. അതിനുശേഷമാണ് സത്യത്തിൽ എന്ത് ചെയ്തത്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഡെറിവേറ്റീവ് ട്രേഡ് സാധ്യമായത്. സാധ്യമായത് അതിലൂടെയാണ്. പിന്നെ ഡെറിവേറ്റീവ് ട്രേഡിങ് ഇന്ത്യയിൽ കമൻസ് ചെയ്തപ്പോഴാണ് ജൂൺ 2000 കാര്യമായിട്ട് ഒഫീഷ്യലി ദ ഡെറിവേറ്റീവ് ട്രേഡിംഗ് introduced or commenced in June 2000 after SEBI granted the final approval in May 2000. മെയ് മാസം 2000 സെബിയുടെ അംഗീകാരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസം 2000 ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ത് ചെയ്തത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ NSEയും BSEയുമാണ് അതിന് ചുമതലപ്പെടുത്തിയത്. നമുക്കറിയാം എന്തൊക്കെയാണ് ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കിലുള്ളത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് സെബി നോട്ടിഫൈ ചെയ്തിട്ടുള്ള റെഗുലേഷൻസ്, എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിനുള്ളത്. ഒന്നാമത്തേതാണ് ദ എക്സ്ചേഞ്ച് ഷുഡ് ഒബ്റ്റെയിൻ ദ പ്രിയർ അപ്രൂവൽസ് ഫ്രം സെബി ബിഫോർ സ്റ്റാർട്ട് ട്രേഡിംഗ് ഇൻ എ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഏതൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലും വ്യാപാരം നടത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബിയിൽ നിന്നും മുൻകൂർ അപ്രൂവൽ വാങ്ങിയിരിക്കണം. ദ എക്സ്ചേഞ്ച് ഷാൾ ഹാവ് മിനിമം 50 members. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മിനിമം 50 members ഉണ്ടായിരിക്കണം. ദ മെമ്പേഴ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സെഗ്മെൻറ്റ് ഓഫ് എക്സ്ചേഞ്ച് വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നിലവിലുള്ള സെഗ്മെൻറ്റിലുള്ള മെമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യില്ല, ഏതിൽ അംഗമാവില്ല, ഡെറിവേറ്റീവിൻ്റെ സെഗ്മെൻറ്റിൽ അംഗമാവില്ല. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ സെഗ്മെൻറ്റിലുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ മെമ്പേഴ്സ് ആവില്ല. ഇൻ ഓർഡർ ടു ബിക്കം മെമ്പേഴ്സ് ഓഫ് ദി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ അംഗമാവണം എന്നുണ്ടെങ്കിൽ നീഡ് ടു ഫുൾഫിൽ ദ എലിജിബിലിറ്റി കണ്ടീഷൻ ആസ് പെർ ദി LG ഗുപ്ത കമ്മിറ്റിയുടെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മെമ്പർ ആവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ദ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡെറിവേറ്റീവ് ട്രേഡ് ഷാൾ ബി ത്രൂ സെബി അപ്രൂവ്ഡ് ക്ലിയറിംഗ് ഹൗസ്. അതായത് ഒരു ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ്റെ, ഒരു ഡെറിവേറ്റീവ് ഇടപാടിൻ്റെ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്, ഇടപാടുകൾ കണക്ക് തീർക്കുന്ന പ്രക്രിയ, ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പൂർത്തീകരിക്കേണ്ടത് സെബിയുടെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ള ക്ലിയറിംഗ് ഹൗസിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കണം. അതുപോലെ ഓൾ ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ് ആൻഡ് ക്ലിയറിംഗ് ഹൗസസ് ഷുഡ് ബി രജിസ്റ്റേർഡ് വിത്ത് സെബി. സെക്യൂരിറ്റി ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഒക്കെ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ബ്രോക്കേഴ്സും ഡീലേഴ്സും എന്ത് ചെയ്യണം, ക്ലിയറിംഗ് ഹൗസുകളും സെബി മുമ്പാകെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. മാത്രമല്ല ദിസ് ഈസ് ഇൻ അഡീഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് രജിസ്ട്രേഷൻ. നിലവിലുള്ള രജിസ്ട്രേഷന് പുറമെയാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ഓൾറെഡി സെക്യൂരിറ്റി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്രോക്കറും ഡീലറും ക്ലിയറിംഗ് ഹൗസും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മുമ്പാകെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യണം, അതിന് പുറമെ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ആരെടുക്കേണ്ടതുണ്ട്, ബ്രോക്കേഴ്സ് എടുക്കേണ്ടതുണ്ട്. പിന്നെ മിനിമം കോൺട്രാക്ട് വാല്യൂ ഷാൾ നോട്ട് ലെസ് ദാൻ 2 lakh. മൊത്തം കരാറിൻ്റെ മൂല്യം 2 ലക്ഷത്തിൽ കുറയാൻ പാടില്ല. ഫർദർ ദ ലോട്ട് സൈസ് ഓഫ് ദി ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി സെബി ട്രേഡ് ചെയ്യുന്ന ലോട്ടിലായിരിക്കും. ലോട്ടിൻ്റെ സൈസ് സെബിയുടെ പ്രൊവിഷൻ പ്രകാരമുള്ളതായിരിക്കണം. ലോട്ട് സൈസ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് അണ്ടർലൈങ് അസറ്റ് ഇൻ വൺ കോൺട്രാക്ട്. ലോട്ട് സൈസ് ആണ് എന്ത് ചെയ്യുന്നത്, സത്യത്തിൽ എത്ര അണ്ടർലൈങ് അസറ്റാണ് ഒരു കോൺട്രാക്റ്റിൽ ഉള്ളത് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതുപോലെ ദ ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ് ഷാൾ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ സെബി ഓർ എക്സ്ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. ഇനീഷ്യൽ മാർജിൻ ഓപ്ഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനീഷ്യൽ മാർജിൻ ഫ്യൂച്ചേഴ്സൊക്കെ ആയി ബന്ധപ്പെട്ട്
ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ് സെബി പറഞ്ഞ പ്രകാരമാണ് ചെയ്യേണ്ടത്. അതുപോലെ എവരി സെല്ലർ ആൻഡ് ബയർ ഷുഡ് ബി രജിസ്റ്റേർഡ് വിത്ത് എ ഡെറിവേറ്റീവ് ബ്രോക്കർ. ഏതൊരു വാങ്ങുന്ന വ്യക്തിയും വിൽപ്പനക്കാരനും വാങ്ങുന്ന വ്യക്തിയും എന്ത് ചെയ്തിരിക്കണം? ഒരു ഡെറിവേറ്റീവ് ബ്രോക്കർ മുമ്പാകെ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെയോ ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഓർ സെഗ്മെൻറ്റ് ഷുഡ് പ്രിവെൻറ്റ് ദ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അനാരോഗ്യപരമായിട്ടുള്ള വ്യാപാര രീതികളെ ഒരിക്കലും ഒരു ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചോ സെഗ്മെൻറ്റോ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുപോലെ ദി ക്ലിയറിംഗ് ഹൗസ് ഷുഡ് ഫെസിലിറ്റേറ്റ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫോർ സ്പീഡി സെറ്റിൽമെൻറ്റ്. എളുപ്പത്തിൽ ഇടപാട് തീർക്കുന്നതിന് വേണ്ടിയിട്ട്, എളുപ്പത്തിൽ കണക്കുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനം ഒരു ക്ലിയറിംഗ് ഹൗസ് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക്